അമ്മ ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കി തരുമോ? പിന്നെന്താ, ഉണ്ടാക്കി തരാലോ. ഞാൻ ചോദിച്ചതിലും സ്പീഡിൽ അമ്മ പറമ്പിലേക്ക് ഇറങ്ങി ഒരു വാഴയുടെ ഇല വെട്ടി കഴുകി വൃത്തിയാക്കി നന്നായി വാട്ടിയെടുത്തു. അതിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ താരം ഈ മോര് കാച്ചിയതായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ കാച്ചിയ മോരും ആ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയായിരുന്നു. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും അതിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ പണ്ട് മുതലേ എൻ്റെ ഫേവറേറ്റ് ആയ കടലുപ്പേരി. കടലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറയും. പിന്നെ ഈ പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 വാനരന്മാരാണല്ലോ. ഈ മുട്ട വറുത്തതും തേങ്ങാ ചമ്മന്തിയും. അങ്ങനെ അതും വെച്ചു കൊടുത്തു. പിന്നെ 2 പീസ് ചിക്കൻ വറുത്തതും വെച്ചു കൊടുത്തു. അങ്ങനെ അടച്ചു വെച്ചു കൂട്ടാ. ശരിക്കും 1 മണിക്കൂറൊക്കെ പൊതിഞ്ഞു വെക്കണം എന്നാണ് പറയാറ്. എവിടെ, നമുക്ക് ക്ഷമയില്ലല്ലോ. ഇത് എപ്പോഴാ തുറക്കാന്ന് ആലോചിച്ചിരിക്കാൻ ഞാനിവിടെ. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ക്ഷമ പോയി. ഞാൻ മോട് പറഞ്ഞു വേഗം തുറക്കുന്നു. അപ്പൊ ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അമ്മ ഇന്നൊരു